ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. അപ്പൊ കാരുണ്യത്തിന് അളവുണ്ടോ? ദൈവത്തിന്റെ കാരുണ്യത്തിന് നോ, അളവില്ലാത്ത കാരുണ്യമാണ്. ബിക്കോസ് ഹി ഈസ് എ സോഴ്സ് ഓഫ് mercy. He is mercy. Hallelujah. അതാണ് സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ആ ദൈവത്തിനെ ഒരു അനുദപിച്ച് ദൈവമായിട്ട് ഒരു രമ്യത ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ദൈവിക, നമുക്ക് ആ പാപത്തെക്കുറിച്ച്, നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ച് ഒരു ദൈവിക ഒരു സങ്കടം ഉണ്ടാകണം. There must be a godly sorrow about the sins that we commit. പിന്നെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണം. പിന്നെ നമുക്ക് ആ പാപങ്ങൾ പിന്നെയും ആവർത്തിക്കാതിരിക്കുവാനുള്ളൊരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. അല്ലാതെ ധൂർത്തപുത്രൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ പിതാവിനെ ഒന്ന് കണ്ട് ഹായൊക്കെ പറഞ്ഞിട്ട് തിരികെ ഞാൻ പന്നിക്കുഴിയിലോട്ട് പോകും. ഇല്ല, അവന് തീരുമാനമെടുത്തു, ഞാൻ ഇനി പോകുകയില്ല, ഞാൻ ഇനി പൂർണ്ണമായിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ വസിക്കുമെന്ന്. അങ്ങനെ ഒരു പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള, പാപത്തെയും ശാപത്തെയും സാത്താനെയും ലോകത്തെയും എല്ലാം ഉപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കണം. നമുക്കറിയാം, ഒരു സാധാരണ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഇത് തന്നെയാണ്. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളൊരു തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് അതിൽ നിലനിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഫൊഗിവ്നെസ്, ദൈവത്തിൻ്റെ ക്ഷമ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുക. ക്ഷമ കഴിഞ്ഞിട്ടുടനെ ആ പിതാവായ ദൈവം എന്നെ കെട്ടിപ്പിടിച്ചപ്പോഴാണ്, ആ ക്ഷമയുടെ ഒരു അടയാളമാണ്, കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിനോട് വേലക്കാരുടെ മുറിയിലോട്ട് പോകാനാണോ പറഞ്ഞത്? അല്ല, ഭവനത്തിലേക്ക് കൊണ്ടുപോയി. സോ ദർ ഇസ് എ റിസ്റ്റോറേഷൻ, ഒരു വീണ്ടെടുപ്പ് അവിടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ ക്ഷമ നമ്മൾ അനുഭവിക്കുമ്പോൾ, ദൈവമായിട്ട് രമ്യപ്പെടുക കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. ആ വീണ്ടെടുപ്പ് കഴിയുമ്പോൾ എന്താണ് അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വലിയൊരു ഫീസ്റ്റ് ഉണ്ടായി, അല്ലേ? ഹലോ, കാളക്കൂട്ടിയെ കൊണ്ടുവന്ന് കൊന്ന് അവർ അവിടെ സന്തോഷിക്കാൻ തുടങ്ങി. They'll be rejoicing. ആ വീണ്ടെടുപ്പ് കഴിയുമ്പോൾ നമുക്കൊരു റിജോയ്സിങ് ഉണ്ടാവും. പിന്നെ ആ റിജോയ്സിങ് ഉള്ളൊരു വ്യക്തി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ടത്. നിങ്ങൾ ഈ അവസ്ഥ വരെ എത്തിക്കാണും, പക്ഷെ അവസാനത്തെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഈ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. There'll be a readiness to share the joy with others. എങ്ങനെയാണ് അതാണ് പലരും സാക്ഷ്യം പറയുന്നത്. ഞാൻ ഇന്ന അവസ്ഥയിലായിരുന്നു, ഞാൻ കള്ളുകുടിയനായിരുന്നു, പെണ്ണുപിടിയനായിരുന്നു, കഞ്ചാവ് അടിക്കുന്നവനായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയാൽ ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ കേൾക്കുമ്പോൾ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും കൊലപാതകളുമൊക്കെ അത് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രത്യാശയുണ്ട്. ഈ വ്യക്തി ഇങ്ങനെയായിരുന്നെങ്കിൽ ദൈവം അവനെ ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്നെ എന്നെയും കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രത്യാശയുണ്ട്. സോ യു മസ്റ്റ് be able to share the joy of your salvation. അതാണ് ദാവീദ് പറയുന്നുണ്ടല്ലോ, restore unto me the joy of my salvation എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ റിസ്റ്റോറേഷൻ്റെ ആ സന്തോഷം എനിക്ക് മാത്രമല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ അനുഭവിക്കുക മാത്രമല്ല, അത് ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് ആ ദൈവം നമ്മളെ ക്ഷമിച്ച് ഒരു വീണ്ടെടുപ്പ് തന്നതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരിക. ദ ഫ്രൂട്ട് ഓഫ് ദറ്റ് റിസ്റ്റോറേഷൻ അത് ഫൈനലായിട്ട് വരുന്നത് ആ മറ്റുള്ള വ്യക്തികളെ ആ അനുതാപത്തിലൂടെയും അനുരഞ്ജനത്തിലൂടെയും പിതാവിൻ്റെ ഭവനത്തേക്ക് തിരികെ കൊണ്ടുവരുന്നത്, അല്ല ഒരു തീരുമാനം എടുക്കുന്നതാണ് അതിൻ്റെ ഫലം. പിന്നെ നമ്മൾ സങ്കീർത്തനം 51:1 പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ എന്തായിരുന്നു? മേഴ്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സങ്കീർത്തനം 4-1 വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹിയർ മീ വെൻ ഐ കോൾ, ഓ ഗോഡ് ഓഫ് മൈ റൈച്ചസ്നെസ്, യു ഹാവ് റിലീവ്ഡ് മീ ഓഫ് മൈ ഡിസ്ട്രെസ്, ഹാവ് മേഴ്സി ഓൺ മീ ആൻഡ് ഹിയർ മൈ പ്രേയേഴ്സ്. ദൈവം പറയുന്നു. ഒന്ന് വേഗം വായിക്കാം. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ദൈവമാണ്. ഒന്ന് പറഞ്ഞ, എൻ്റെ ദൈവം ഉത്തരം നൽകുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ഉത്തരം നൽകുന്ന ദൈവമാണ്. അങ്ങനെ നമുക്ക് വേറെ ഒരു വചനത്തോടെ പോകാം. 2 സാമുവേൽ 24 10 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ആ സംഭവത്തിലൂടെ നമുക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 2 സാമുവേൽ 24:10 മുതൽ നമുക്ക് ചില വചനങ്ങൾ വായിച്ച് പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, പലപ്പോഴും ദൈവം നമുക്ക് അനുഗ്രഹം തന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ അനുഗ്രഹത്തെയാണ് നമ്മൾ നോക്കുന്നത്. ഹലോ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വളരെ ഒരു സാമ്പത്തിക വളരെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. ദൈവത്തിന് പ്രാർത്ഥിച്ചു, കരഞ്ഞപേക്ഷിച്ചു. ദൈവം വാഗ്ദാനത്തിൽ വിശ്വസനല്ലേ. കരഞ്ഞപേക്ഷിക്കുമ്പോൾ ദൈവം
നിലവിളി കേൾക്കും, ഉത്തരം അയക്കും, നമ്മൾക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. കുറേ കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് തന്ന നന്മ നമ്മളുടെ ഒരു ദൈവമാകും. പിന്നെ നമ്മൾ യഥാർത്ഥ ദൈവത്തിന് സമയമോ സ്ഥാനമോ ഇല്ലാതെ വരികയാണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ ദാവീദിനോട് ദൈവം ഒരു കൽപ്പന കൊടുത്തിരുന്നു, ദൈവത്തിൻ്റെ ആ ജനത്തെ അല്ലെങ്കിൽ സൈന്യങ്ങളെ എണ്ണാൻ പാടില്ല എന്ന്. കാരണം അന്നത്തെ രാജ്യം നോക്കുകയാണെങ്കിൽ ഒരു രാജാവിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ശക്തി ആ ആൾബലത്തിലായിരുന്നു. എത്ര പേർക്ക് അവിടെ സോഡ് ബെറേഴ്സ്, എത്ര പേർക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നു? അന്ന് അവിടെ കൊള്ളയടിക്കുന്ന പോലെയല്ലേ, ആർക്കും സുരക്ഷിതമില്ല. ഒരു സൈന്യം വന്നിട്ട് ഈ കടലിലൊക്കെ പോലെ ഒരു മീൻ വന്നിട്ട് വേറെ മീനിനെ വിഴുങ്ങും, ആ മിഴുങ്ങിയ മീനെ വേറെ അതിനും വലിയ മീൻ വന്ന് വിഴുങ്ങും. അങ്ങനത്തെ ഇറ്റ് ഇസ് എ ടോട്ടലി ഡിഫറെൻറ്റ് സെറ്റപ്പ്. ഇന്നത്തെ പോലെ ഇന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, എങ്കിലും ഇന്നത്തെ അത്രയും റിലേറ്റീവായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അവിടുത്തെ ആൾബലമായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ആൾബലത്തെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സങ്കീർത്തനം 22-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് 22 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, they trust in chariots and they trust in horses, but we trust in the name of the Lord our God. I think it is 20 തോന്നുന്നു. Hallelujah. I think we should read that. Hallelujah. കാരണം അവർ ഇസ്രായേൽ ജനം ദൈവത്തിൽ ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനിക്കുന്നു. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ കുതിരയുടെയും രഥത്തിന്റെയും ആളുടെയും എണ്ണം നോക്കി തുടങ്ങുമ്പോൾ എൻ്റെ ദൈവത്തെ എന്നെ ആശ്രയിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കുതിരയെ ആശ്രയിക്കാൻ തുടങ്ങും, എൻ്റെ രഥത്തെ ആശ്രയിക്കാൻ തുടങ്ങും, എൻ്റെ ബിസിനസ്സിനെ ആശ്രയിക്കാൻ തുടങ്ങും, ഞാൻ എൻ്റെ കഴിവിനെ ആശ്രയിക്കാൻ തുടങ്ങും, എൻ്റെ സമൂഹത്തിലുള്ള പേരിനെ ആശ്രയിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം ആ ദാവീദിന് കൊടുത്ത ആൾബലം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കൃപയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു ദാനമായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ആ ദാനത്തെ നീ നോക്കേണ്ട ആവശ്യമില്ല, ആ ദാനം തന്ന ദൈവത്തെയാണ് നീ നോക്കേണ്ടത് എന്നുള്ളത്. അത് ദാനം എണ്ണുന്നത് എന്താണ്? ദാനത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും അവൻ എണ്ണിയപ്പോൾ അവന് മനസ്സിലായി അവിടെ മറ്റു ജനത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ ദൈവത്തിലെ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യനെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങുന്നത്. അതാണ് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. എന്താണ്? സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ദൈവത്തിൻ്റെ ആത്മാവിലാണെന്ന് സൈന്യത്തിൻ്റെ കർത്താവ് ദൈവം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. സോ നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസ് എവിടെയായിരിക്കണം? യേശു ക്രിസ്തു ദൈവത്തിലായിരിക്കണം. അപ്പോൾ ദൈവമാണ് എൻ്റെ സങ്കേതം, ദൈവമാണ് എൻ്റെ എല്ലാം എനിക്ക് തരുന്നത്. അല്ലാതെ എൻ്റെ കഴിവുകളല്ല, എൻ്റെ സാമ്പത്തിക അവസ്ഥയല്ല, ഒന്നുമല്ല, എൻ്റെ പഠിപ്പല്ല, ഒന്നുമല്ല, പക്ഷേ ദൈവമാണ്. അതുകൊണ്ട് ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ പ്രൈഡ് വരരുത്. കാരണം ആ അഹംഭാവം വരുന്നത് എന്താണ്? എൻ്റെ കഴിവ്, എൻ്റെ 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 എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ദാവീദ് ദൈവത്തിൻ്റെ ഒരു കൽപ്പന ലംഘിച്ചു. പക്ഷേ അവന് അത് ലംഘിച്ച ഉടനെ തന്നെ അവന് മനസ്സിലായി അവൻ തെറ്റ് ചെയ്തു പോയെന്ന്. വായിക്കാം സിസ്റ്ററെ, 2 സാമുവേൽ 24:10. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി. അപ്പൊ തന്നെ ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ, ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു. മതി. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, ആ പാപം ചെയ്തപ്പോൾ തന്നെ അവനൊരു മനസാക്ഷി കുത്തുണ്ടായി. ഗോഡ് സെൻഡ് ഹിസ് ഏഞ്ചൽ ടു ആസ്ക് ഹിം ടു റിപ്പന്റ്, അനുദപിച്ച് തിരികെ വരിക എന്ന് പറഞ്ഞ് ആ കുറ്റം കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് നാഥൻ പ്രവാചകനെ അയച്ചു? ബർശിബയായിട്ട് തെറ്റ് ചെയ്തപ്പോൾ നാഥൻ പ്രവാചകനെ അയച്ചിട്ടാണ് ആ ദാവീദിന് അവൻ്റെ കണ്ണുകൾ തുറന്നത്. കുറ്റം ചെയ്തൊക്കെ തെറ്റാണെങ്കിലും അതിൻ്റെ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിൻ അവന് മനസ്സിലാക്കി കൊടുത്തത് ആ നാഥൻ പ്രവാചകൻ വന്നിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഗാഡ് എന്ന് പറഞ്ഞ പ്രവാചകൻ വഴി ദൈവം അവനോട് സംസാരിക്കുകയാണ്. നീ ചെന്ന് ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ 3 കാര്യങ്ങൾ, അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. ദൈവം അവിടെ ശിക്ഷ പോലും ഇതാണ്, ദ മേഴ്സി ഓഫ് ഗോഡ്. ഹലോ, ഇന്ന് നമ്മളൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുമോ, നീ ഒരു കാര്യം ചെയ്യോ, ഒന്നെങ്കിൽ നിനക്ക് 16 വർഷം തടവ്, അല്ലെങ്കിൽ നിനക്ക് ഇത്ര രൂപ കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര അത് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല. ദൈവം അവൻ ഓപ്ഷൻ കൊടുത്തത് എന്തിനാണ്? അവൻ്റെ മനസ്സ് മനസ്സിലാകാൻ. സോ ഗോഡ് വാണ്ട്സ് ഹിം ടു ടേക്ക് എ ഡിസിഷൻ so that his heart will be revealed. ദൈവം അവന് മൂന്ന് ശിക്ഷകൾ കൊടുക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നറുക്കല്ല, അവൻ തീരുമാനിച്ച് എടുക്കാമെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനസാക്ഷി, നമ്മൾ എപ്പോഴും ഇറ്റ്സ് എ കോൺഷ്യൻസ്, ഇറ്റ്സ് ഗോഡ് സ്പിരിറ്റ് സ്പീക്കിംഗ് ടു യു ദാറ്റ് നിങ്ങൾ തെറ്റ് ചെയ്തതാണ്. ഏത് വലിയ കൊലപാതകനും ആയിക്കോട്ടെ, അവൻ ചെയ്യുമ്പോൾ അവനൊരു മനസാക്ഷി കുത്തുണ്ട്. പക്ഷേ അതിനെ ചിലപ്പം യു വിൽ സേ നോ, ഗോ അവേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വൺ ഓഫ് ദി ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്കറിയാമല്ലോ,
പുത്രൻ്റെ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയില്ല. ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ എതിര് പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നത് കാരണം പരിശുദ്ധാത്മാവാണ് നിന്നോട് പറയുന്നത് നീ ചെയ്തത് തെറ്റാണ്. നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പാപമോചനം കിട്ടുകയില്ല. പാപമോചനം കിട്ടാത്തത് കൊണ്ട് നിനക്ക് ശിക്ഷയിലേക്ക് പോവുകയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ദൈവം സ്നേഹമാണ്. പുത്രനോട് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ആത്മാവിനോട് പറഞ്ഞാൽ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ആത്മാവായ ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്. ഇന്ന് നിന്നോട് സംസാരിക്കുന്നത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് കുറ്റമാണ്, അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആ ആലോചന നമ്മൾ മാറ്റിവെച്ചിട്ട് പാപത്തിൽ പിന്നെയും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് സംഭവിക്കാൻ പോകുന്നത് മരണമാണ്. അതുകൊണ്ടാണ് ഇറ്റ് വിൽ നെവർ ബി ഫോർഗിവൺ. ഫോർഗിവൺ എന്ന് പറഞ്ഞാൽ ഫോർഗിവ്നെസ്സിൻ്റെ ബെനിഫിറ്റ് നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. ദൈവം ക്ഷമിക്കുകയില്ലെന്നല്ല പറയുന്നത്. നീ ആ ക്ഷമ വരേണ്ട ആ വഴി നീ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ക്ഷമ വരേണ്ട വഴി നീ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിനക്ക് ക്ഷമ കിട്ടുകയില്ല. ആർ യു വിത്ത് മീ? അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നിനക്ക് ആ ദൈവത്തിൻ്റെ ശിക്ഷയിലേക്ക് മാത്രമേ നിനക്ക് പോകാൻ പറ്റുള്ളൂ. ആ കുത്തല് കേട്ട ദാവീദിന് അതാണ് ഇവൻ പാപം ചെയ്തപ്പോൾ തന്നെ, പക്ഷെ ഹിസ് ഹാർട്ട് വാസ് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് പിന്നെ വേറൊരു പാപം ചെയ്തു അവനൊരിക്കൽ, അപ്പോഴും അവന് ആ കുത്തലുണ്ടായി. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1 സാമുവേൽ 24:5. സാവൂള് ഒരു ഗുഹയ്ക്കകത്ത് പോയിട്ട് എനിക്ക് വന്ന് നമ്പർ 1 നമ്പർ 2 ചെയ്യുമായിരുന്നു. ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. സാവൂള് ദാവീദിനെ കൊല്ലാൻ നടക്കുക. അപ്പോൾ സാവൂള് ഒരു ഗുഹയ്ക്കകത്തോട്ട് പോയി, എന്തെങ്കിലും ആയിക്കോട്ടെ, പേഴ്സണൽ റിക്വയർമെന്റ്സിന് കയറിയതാണ്. അപ്പോൾ അവൻ്റെ മേലങ്കി എടുത്ത് പുറത്തു വെച്ചു. ദാവീദ് എന്ത് ചെയ്തു? ആ മേലങ്കിയുടെ ഒരു അറ്റം മുറിച്ചു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. മുറിച്ചു. അണ്ടർസ്റ്റാൻഡ് ഹിസ് കോൺഷ്യൻസ്. മുറിച്ചു. എന്തിനാണ്? സാവൂളിന് അറിയാനായിട്ട് അത് ദാവീദ് അവിടെ ഉണ്ടായിരുന്നു, അവനെ കൊല്ലുവാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷിക്തനായതുകൊണ്ട് അവൻ കൊന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ ദാവീദിന് ഒരു കുറ്റമുണ്ടായതാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, അവൻ്റെ എതിര് ഞാൻ പാപം ചെയ്തു പോയി, അവൻ്റെ മേലങ്കിയുടെ അറ്റം മുറിച്ചു എന്ന്. സോ what I am trying to tell you is, ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഓരോ ആലോചനകൾ തരും. നീ ചെയ്തത് തെറ്റാണ്, നീ നീ അനുദപിക്കണം. എന്നിട്ടും അവിടെ ദൈവത്തോട് പറയുന്നുണ്ട് ഐ ഹവ് ഡൺ റോങ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഹി ഈസ് എ മാൻ ഹൂസ് ഹാർട്ട് ഈസ് അൺടു മൈൻ. എൻ്റെ ഹൃദയം പോലെ ഉള്ളൊരു ഹൃദയമാണ് അവനുള്ളത്. അവൻ്റെ പാപവസ്ഥ നോക്കിയിട്ടല്ല, അവൻ്റെ പഴയ ജീവിതം നോക്കിയിട്ടല്ല, പക്ഷേ അവൻ ദൈവത്തെ സേവിക്കുവാനും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. മനുഷ്യനാണ്, പാപം ചെയ്തു പോയി, പക്ഷേ അവൻ തിരികെ വന്നു. ഹി വാസ് ഓപ്പൺ ടു ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ ആലോചനയ്ക്കും അവന് ഒരു തുറവുണ്ടായിരുന്നു. അങ്ങനെ ആ പിതാവായ ദൈവത്തിലേക്ക് അനുദപിച്ച് തിരികെ വരുവാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ദാവീദിനെ പോലെ ആകാം. നമ്മൾക്ക് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് mercy ഓപ്പൺ. ഹല്ലേലൂയ. പിന്നെ മൂന്ന് കാര്യങ്ങളെന്നാ ശിക്ഷകൾ. 13 we are in 2 Samuel 24:13. ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാകുകയോ നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ. അപ്പൊ 3 കാര്യം വായിക്കേ. നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമം ഉണ്ടാകുകയോ. അപ്പൊ 3 വർഷം ക്ഷാമം ഉണ്ടാകാം, അതാണ് ഒരു ശിക്ഷ. അല്ലെങ്കിൽ നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ. നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കണം. നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാകുകയോ. അല്ലെങ്കിൽ 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാകും. അപ്പൊ ഏത് വേണമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. What a God we serve. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അപ്പോൾ ഹല്ലേലൂയ, എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ശിക്ഷ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 14-ാമത്തെ വചനം എന്താ? ദാവീദ് ഗാദിനോട് പറഞ്ഞു. ദാവീദിന് അധികം നേരം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് ഒരു കാര്യം മനസ്സിലായി. അവൻ ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത്, ആരാണ് ഈ ഓപ്ഷൻസിന്റെ നിന്റെ എതിരാളിയായിട്ട് വരുന്നത്, ഓരോ ഓപ്ഷൻസിനും നീ ആരുമായിട്ടാണ് മല്ലിടേണ്ടതെന്നുള്ളത് അവന് ആദ്യം ചിന്തിച്ചു. വായിച്ചേ. ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ഫാമിൻ. നിന്റെ 3 വർഷത്തെ ആരുമായിട്ടാണ് നീ മല്ലിടുന്നത്? യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് നേച്ചർ. രണ്ടാമത് നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കണം. യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് മാൻ. മറ്റേത്
മൂന്നാമത്തെ, നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി. You are fighting against the hand of God. ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷെ അവനറിയാമായിരുന്നു, man is merciless, but God is merciful. മനുഷ്യൻ കരുണ ഇല്ലാത്തവനാണ്, ദൈവം യേശു കരുണയുടെ ഉറവിടമാണ് എന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ. എന്തെന്നാൽ let the plague which is a hand of God strike me. അവിടുന്ന് മനുഷ്യൻ എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ. മനുഷ്യന്റെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ. ദൈവത്തിന്റെ പിടിയിലാണെങ്കിൽ പോലും എനിക്കറിയാം അവൻ കരുണയുടെ ഉറവിടമാണ് എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന് പറയട്ടെ, നിങ്ങൾക്ക് പലപ്പോഴും ഓപ്ഷൻസ് ഉണ്ടാകും, ചോയ്സസ് ഉണ്ടാകായിരിക്കും. അന്ന് പ്രിയപ്പെട്ടവരെ, ഐ എം urging you, make a choice for God. Come under his authority. Correct. Praise the Lord. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചയ സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബേർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. 70,000 പേർ മരിച്ചു. കർത്താവിന്റെ ദൂതൻ ജെറൂസലം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെ പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഒരു സംഹാരദൂതനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ദൈവം അയച്ചത്. ഇവിടെ ഒരു സംഹാരദൂതൻ, സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. ഹല്ലേലൂയ. മതി, ഇനഫ്. പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് യേശു ക്രിസ്തു ആ കുരിശിൽ പറഞ്ഞത്, ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, the sin has been atoned for. മതി. ആ സംഹാരദൂതനോട് പറഞ്ഞു മതി. ആ ശിക്ഷ കൊടുത്ത ദൈവം തന്നെ ശിക്ഷയെ നിർത്തി. He stopped it. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, he is just and the justifier of those who have faith in Jesus Christ. അവൻ നീതിമാനാണ്, അവൻ നീതിയും നീതിമാനുമാണ് യേശു ക്രിസ്തു വിശ്വാസമുള്ളവർക്ക്. he is just. അപ്പോൾ ആ ശിക്ഷയിൽ തന്നെ ദൈവം കൽപ്പിച്ച ശിക്ഷ തന്നെ ദൈവം പറഞ്ഞു ഇനഫ്. പക്ഷെ അവിടെ പറയുന്നത് he restrained എന്നാ പറയുന്നത്. he restrained the angel of death. he restrained the destroyer എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് നിർത്തി എന്നാ പറഞ്ഞത്. അവനെ നശിപ്പിച്ചിട്ടില്ല, അവനെ പിടിച്ച് നിർത്തി. എന്നിട്ട് എന്താ സംഭവിച്ചത്? സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്തു ദോഷം ചെയ്തു? എന്നെയും എന്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചു. പറയാണ്, എന്നെയാണ് ശിക്ഷിക്കേണ്ടത്, അല്ലാതെ ഈ ഒന്നും ചെയ്യാതെ ഈ ജനത്തെ അല്ല. He was able to be fair. He was able to understand that ആ 70,000 പേര് മരിച്ചത് അവൻ്റെ ഒരു കുറ്റം കാരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, there is something called collateral damage. നേരത്തെ നമ്മൾ collateral blessing ഉണ്ട്, collateral damage ഉണ്ട്. ഇവിടെ അവൻ ചെയ്തൊരു കുറ്റത്തിന് എത്ര പേര് മരിച്ചു? 70,000 പേര് മരിച്ചു. അക്കാൻ ചെയ്തൊരു കുറ്റത്തിന് എത്ര പേര് മരിച്ചു? അക്കാൻ ചെയ്ത കുറ്റത്തിന് 30 പേര് മരിച്ചു. 30 പേര് മരിച്ചു. കാരണം കൊളാട്രൽ ഡാമേജ്. നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന് ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കും അതിന് പേ ചെയ്യേണ്ടത് അല്ലേ? കാരണം പുറപ്പാട് പുസ്തകം പറയുന്നത് എന്താണ്? നീ വിഗ്രഹം ഉണ്ടാക്കരുത്, അതിന് മുമ്പിൽ കുമ്പിടരുത്, അതിനെ ആരാധിക്കരുത്. കാരണം എന്താണ്? ഐ എം എ ഗോഡ് ഹൂ വിൽ ബ്ലെസ് thousands of generations, but I'll curse the third and the fourth generation. പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു കുറ്റവുമില്ല, ഇപ്പോൾ ചെയ്തത് ശരിയാ. പലപ്പോഴും അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ചെയ്തതിന് ഒരു കുറ്റം, ഒന്നും എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ കട്ടു, എനിക്കൊരു കുഴപ്പം വന്നില്ല, ഞാൻ അത് ചെയ്തു, ഒന്നും ചെയ്തില്ല. പക്ഷേ അതിൻ്റെ പാപത്തിൻ്റെ ആ കുറ്റം കൊടുക്കേണ്ടത്, അല്ലെ അതിന് വില കൊടുക്കേണ്ടത് നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളുടെ മക്കളുമായിരിക്കും. യു മസ്റ്റ് ബി കെയർഫുൾ ദാറ്റ് കൊളാട്രൽ ഡാമേജ്, കൊളാട്രൽ പണിഷ്മെൻറ്റ് വരാതിരിക്കാനായിട്ട്. അപ്പോൾ അതിന് ഒരേ മാർഗമേ ഉള്ളൂ. He cried out to the Lord. ആ ദൈവം അവൻ്റെ നിലവിളി കേട്ടു. എങ്ങനെയാണ് he cried out? He offered a sacrifice. പിന്നെ വായിക്കുക. ദാവീദ് അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ജബൂസിനായ അരവനായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിന് ഒരു ബലിപീഠം പണിയുക. ദാവീദ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. അരവന തലയുയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ചെന്നു രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവൻ ചോദിച്ചു, പ്രഭോ, ഇങ്ങോട്ട് എഴുന്നള്ളുന്ന എന്തിന്? ദാവീദ് പറഞ്ഞു,
മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ഞാൻ നിന്റെ മെതുക്കളം വാങ്ങുവാൻ തന്നെ. മതി. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവനെ ഗാദ് എന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെ ഒരു ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞതിനെ അത് ചെയ്യാതെ ഇരിക്കാമായിരുന്നു. അല്ലെങ്കിൽ 2, ആ ദാവീദ് രാജാവിൻ്റെ ഒരു പ്രജ അല്ലേ, സബ്ജക്റ്റ് അവൻ്റെ അവിടെ പോയി ചെന്നിട്ട് പറയാമായിരുന്നു, ഇത് ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ്. ദൈവം പറയുന്നു ഈ മഹാമാരി ഇവിടെ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തിനെ ആരാധിക്കാനായിട്ട് ഒരു ബലി അർപ്പിക്കണം. അതുകൊണ്ട് ഈ സ്ഥലത്താണ് ദൈവം പറഞ്ഞത്, അവിടെ തന്നെ ബലി അർപ്പിക്കും. പക്ഷെ 3-മത് ദാവീദ് വേറെ ഒരു ഓപ്ഷനാണ് എടുത്തത്. ഹൃദയത്തിൽ നിന്ന് ആ യഥാർത്ഥ ഒരു ബലി വേറെ ആൾക്കാരുടെ അക്കൗണ്ടിലല്ല, എൻ്റെ ബലി എൻ്റെ സ്വന്തം അക്കൗണ്ടിലാണ്. ഐ മസ്റ്റ് ബിക്കം എ സാക്രിഫൈസ് എന്നുള്ളത് അടിസ്ഥാനത്തിൽ ദാവീദ് എന്ന് പറഞ്ഞു. ബാക്കി വായിച്ച്. മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതുക്കളം വാങ്ങുവാൻ തന്നെ ദാവീദ് പറഞ്ഞു. യജമാനെ, അങ്ങ് ആഗ്രഹിക്കുന്ന എന്തും ബലി അർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിന് ഇതാ മെതിവണ്ടികളും നുകങ്ങളും. രാജാവേ, ഇതെല്ലാം രാജാവിന് ഞാൻ തരുന്നു. അവൻ തുടർന്നു. അങ്ങയുടെ ദൈവമായ കർത്താവെങ്കിൽ സംപ്രീതനാകട്ടെ. ദാവീദ് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. ചെലവില്ലാത്ത ദഹനബലി എൻ്റെ കർത്താവിന് സ്വീകാര്യമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ചെലവില്ലാത്ത ദഹന ബലി കർത്താവിന് സ്വീകാര്യമല്ല. അപ്പോൾ ഞാൻ എന്ന് ദൈവത്തോട് പറയുന്നു, എൻ്റെ ദൈവമേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിനക്ക് സമർപ്പിക്കുന്നു പറയുമ്പോൾ ആ സമർപ്പണത്തിന് ഒരു വിലയുണ്ട്. നിങ്ങളുടെ സമയമായിരിക്കും, നിങ്ങളുടെ കഴിവുകളായിരിക്കും, നിങ്ങളുടെ ചിലപ്പോൾ സമ്പത്തായിരിക്കും. അല്ലാതെ വെറുതെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വില കൊടുക്കാൻ തയ്യാർ. ദർ ഇസ് എ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ജനമാകണമെന്ന് ആഗ്രഹവും, പക്ഷേ ഒരു സമർപ്പണം, ഒരു വില കൊടുക്കാത്ത ഒരു ശിഷ്യത്വമാണ് ആൾക്കാർ നോക്കുന്നത്, അന്വേഷിക്കുന്നത്. There is a cost and that cost has to be paid. അതുകൊണ്ടാണ് റോമൻസ് 12-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നത്, present your bodies as a living sacrifice. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കണം. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, യേശുക്രിസ്തു മരിച്ചുകൊണ്ട് എനിക്ക് ജീവനുണ്ട്, ഞാൻ നിനക്ക് പകരമായി എന്ത് തരുമെന്നൊക്കെ നമ്മൾ പാടി. യേശുക്രിസ്തുവിന് വേണ്ടത് നമ്മളെ തന്നെയാണ്. He wants you. അതുകൊണ്ട് ദൈവത്തിന് ഒന്ന് വായിക്കുക, റോമൻസ് 12:1. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. സജീവ ബലിയായിട്ട് എന്നെ തന്നെ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു തീരുമാനം എടുക്കണം. ദാറ്റ് ഈസ് എ സാക്രിഫൈസ് ദാറ്റ് ഗോഡ് വാണ്ട്സ് യു ടു ഡു. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു വില കൊടുത്ത ഒരു ബലിയായി തീരുക. അങ്ങനെ വില കൊടുത്ത ബലിയാണ് ദൈവത്തിന് സ്വീകാര്യം. അല്ലാതെ മറ്റേയാളുടെ ആ മെതിക്കളത്തിൽ അവൻ്റെ കാളയെ കൊന്ന് അവൻ പൂട്ടുന്ന ആ ആയുധങ്ങളൊക്കെ വിറകായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ബലി അർപ്പിക്കാം. പക്ഷെ ആ ബലി ദൈവത്തിന് സ്വീകാര്യമാകുകയില്ല. അത് നമ്മളുടെ തന്നെ വില കൊടുത്തുള്ളതായിരിക്കണം പ്രിയപ്പെട്ടവരെ. സോ ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് കോസ്റ്റ് യു മണി. നിങ്ങൾക്ക് പലർക്കും ഇവിടെ വരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? സമയമില്ല. ബിസി ലൈക്ക് എ ബീ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശുവിന് നമ്മൾ തിരികെ കൊടുക്കാൻ ഞാൻ എന്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തുമാത്രം നല്ല പാട്ടുകൾ പാടുന്നുണ്ട്, നല്ല അർത്ഥമുള്ള പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷേ ആ അർത്ഥമുള്ള പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളൊരു മാറ്റം വരുത്തുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ വില കൊടുക്കാത്ത ഒരു ദഹനബലി ദൈവത്തിന് സ്വീകാര്യമല്ല. അത് ദാവീദിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവൻ രാജാവായിരുന്നു, മറ്റവൻ പ്രജയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അത് എനിക്ക് വേണമെന്ന് കൽപ്പിക്കാൻ പറ്റുന്ന രാജാവായിരുന്നു. പക്ഷേ പറഞ്ഞു, നിന്റെ ഔദാദിത്യമോ ഫ്രീ അല്ലേ എന്നാ പറഞ്ഞു, ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, ഞാൻ വില കൊടുക്കും. അന്നേരം എത്ര ഷെക്കിളാ? 30 ഷെക്കിൾ അല്ലേ, 50 ഷെക്കിൾ വെള്ളി കൊടുത്തിട്ട് ആ കാളയെ വാങ്ങിച്ചു. കാളെ പൂട്ടുന്ന ആ ആയുധങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ദൈവത്തിന് ഒരു ബലി അർപ്പിച്ചു. അപ്പോളാണ് ആ റിസ്ട്രെയിൻ ചെയ്ത ആ സ്പിരിറ്റിനെ ദൈവം പൂർണ്ണമായിട്ട് മാറ്റിയത്. വായിച്ചേ. അങ്ങനെ ദാവീദ് 50 ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. ആദ്യം എന്താണ് പറഞ്ഞത്? ഇറ്റ് വാസ് റിസ്ട്രെയിൻഡ്. സെക്കൻഡ്ലി ഇറ്റ് വാസ് വിഡ്രോൺ.
പലപ്പോഴും പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നമ്മളുടെ മുകളിലുള്ള ബന്ധനങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുന്നത്. അതാണ് ഐസയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിൽ പറയുന്നത്. ദി അനോയിന്റിംഗ് ഓയിൽ ഡിസ്ട്രോയ്സ് ദി യോക്ക് എന്ന് പറയുന്നത്. ദി അനോയിന്റിംഗ് ഓയിൽ നമ്മളുടെ മുകളിലുള്ള നുകങ്ങളെ മാറ്റുകയല്ല, നശിപ്പിക്കുകയാണ്, തകർക്കുകയാണ്. വൺസ് ആൻഡ് ഫോർ ഓൾ ഇറ്റ് ഇസ് ഡിസ്ട്രോയിഡ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മൾ എന്തെങ്കിലും നേടാനായിട്ട് നമ്മൾ കുറേയൊക്കെ ചെയ്യും. ദാറ്റ് ഇസ് മേ ബി ദ റിസ്ട്രെയിനിങ് ഓഫ് ദ ലോർഡ്. അത് തിരികെ വരും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ പലപ്പോഴും, നീ സുഖപ്പെട്ടു, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. കാരണം നിനക്കിപ്പോൾ കിട്ടിയ സുഖം, നിനക്കിപ്പോൾ കിട്ടിയ ഒരു സൗഖ്യം, ഐ ഹവ് റിസ്ട്രെയിൻ ദ ഇൽനെസ്, ഡു നോട്ട് സിൻ എനി മോർ. കാരണം നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സുഖേട് നിനക്ക് വരും. പക്ഷേ ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ അഭിഷേകം, when you come under the anointing of God, there is a destruction. That is when നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് അനുരഞ്ജനത്തിലൂടെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആ അന്ധകാര ശക്തികൾക്കും ആ ബന്ധനങ്ങൾക്കും ആ നുകങ്ങൾക്കും ഇനി മുതൽ ഒരു സ്ഥാനമുണ്ടാകുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്, ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടി, എന്നാൽ മാറ്റാനല്ല, നശിപ്പിക്കുവാനാണ്. അപ്പോൾ ഞാൻ ആ യേശുക്രിസ്തുവായിട്ട് ഞാൻ ഒന്നാകുമ്പോൾ യേശുക്രിസ്തു നശിപ്പിച്ച് യേശുക്രിസ്തു നേടിയ ആ വിജയത്തിൻ്റെ പങ്കാളിത്തം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു റിസ്ട്രെയിനിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. If the dominion of Satan over your life has to be totally removed, there must be a total surrender of your life to Jesus. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി യേശുവുമായിട്ട് ഒന്നാകണം. അപ്പോഴാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ ആ വിജയത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ.